ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചാന്ദിപുര വൈറസ് ഭീതിയിലാണ് ഗുജറാത്ത്. 8 മരണങ്ങൾ വരെ സംഭവിച്ചിട്ടുണ്ട്. 15ഓളം പേര് ഇപ്പോഴും ഹോസ്പിറ്റലിലാണ്. എന്താണ് ചാന്ദിപുര വൈറസ്? ആരെങ്കിലും അറിഞ്ഞോ? ഗുജറാത്തിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ചാന്ദിപുര വൈറസ് എല്ലാവരും കേട്ട് കാണും. എന്നാൽ ചിലർ കേൾക്കാത്തവരും കാണും. കാരണം എന്താന്ന് വെച്ചാൽ പത്രവായന ഇപ്പോൾ ആർക്കും ഇല്ല, വളരെ കുറവാണ്. സ്ഥിരമായി ആരും തന്നെ പത്രം വായിക്കാറില്ല. ഞാൻ ഉൾപ്പെടെ പത്രം വായിക്കാറില്ല. പക്ഷെ മറ്റ് സോഷ്യൽ മീഡിയ സൈറ്റിൽ നിന്ന് ഇതിനെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നതാണ്. മനുഷ്യരും വൈറസും നേർക്കുനേർ യുദ്ധം ചെയ്യുന്ന ഒരവസ്ഥയാണ്. കോവിഡ് വ്യാപനത്തിന് ശേഷം റിപ്പോർട്ട് ചെയ്യുന്ന ഓരോ കേസ് വളരെ ഭീതിയോടാണ് നമ്മളൊക്കെ കാണുന്നത്, അല്ലേ? കോവിഡ് വന്നപ്പോൾ നമ്മൾ ഒരുപാട് ടെൻഷനായി, ലോക്ക്ഡൗൺ ആയി. നമ്മൾ ഇതുവരെ പ്രതീക്ഷിക്കാത്തൊരു പ്രതിസന്ധി നമ്മൾ തരണം ചെയ്തു. അപ്പോഴാണ് ഇതേ അടുത്ത ചാന്ദിപുര വൈറസ്. എന്ന് പേര് വന്നത്. അപ്പൊ എല്ലാവരും റിപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് ഈ വൈറസിന് ചാന്ദിപുര വൈറസ് എന്ന് പേര് വരുന്നത്. ചാന്ദിപുര വെസ്റ്റുലോ വൈറസ് എന്നാണ് ഇതിന്റെ പൂർണ്ണമായ നെയിം. കുട്ടികളിലാണ് ഇത് പ്രധാനമായും വരുന്നത്. 9 മാസം മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് രോഗം കൂടുതലായി ബാധിക്കുക. സാൻഫ്ലൈ, ചെള്ളുകൾ അല്ലെങ്കിൽ മൊസ്കിറ്റോ, കൊതുകുകൾ കടിക്കുമ്പോഴാണ് വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് സ്പ്രെഡ് ആകുന്നത്. മൃഗങ്ങളിൽ നിന്ന് വൈറസിനെ അതായത് ഈ ചാന്ദിപുര വൈറസ് ഉള്ള മൃഗങ്ങളിൽ സാൻഫ്ലൈ അല്ലെങ്കിൽ മൊസ്കിറ്റോ ചെന്ന് കടിച്ച് അത് നമ്മുടെ ശരീരത്തിൽ വന്ന് മനുഷ്യരിലേക്ക് വന്ന് കടിക്കുമ്പോഴാണ് അത് നമുക്ക് സ്പ്രെഡ് ആകുന്നത്. ഒരിക്കലും മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ലെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് പറയുന്നത്. ഇത് മഴക്കാലത്താണ് കൂടുതലായിട്ട് വ്യാപിക്കുന്നത്. നഗരപ്രദേശങ്ങളെക്കാൾ ഗ്രാമപ്രദേശങ്ങളിലാണ് ഇത് കൂടുതലായി കാണുന്നത്. ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അതികഠിനമായ പനി, പ്രത്യേകിച്ച് കുട്ടികൾ 40 ഡിഗ്രി വരെ പനി വരും. തലവേദന, അധികമായ തലവേദന, കൂടാതെ ഛർദില്, ബ്രെയിനിൽ ഇൻഫെക്ഷൻ കഠിനമായി ഉണ്ടായാൽ ഉടനെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. രോഗം ഗുരുതരമാകുമ്പോൾ അപസ്മാരം, മസ്തിഷ്ക വീക്കം എന്നിവ ഉണ്ടായേക്കാം. ഇതിന് പ്രത്യേക മരുന്നോ ചികിത്സയോ ഇല്ല എന്നതാണ് ഈ വൈറസിനെ ഭീകരമാക്കുന്നത്. ഈ വൈറസ് ബാധിക്കുന്നത് നമ്മുടെ മസ്തിഷ്കത്തിനെ ചുറ്റിയുള്ള ആവരണമായ മെനിഞ്ചസിനെയാണ്. ഇതിന്റെ ഫലമായി രോഗികൾക്ക് കടുത്ത പനിയും ഛർദിയും അപസ്മാരവും കൂടെ തന്നെ പരസ്പര ബന്ധമില്ലാതെ പെരുമാറുന്നു. ഇതിന്റെ കൂടെ തന്നെ കോമയിലേക്ക് പോകുകയും തുടർച്ചയായി മരണം സംഭവിക്കുന്നു. അതുകൊണ്ട് നമ്മൾക്ക് പനിയോ ഛർദിലോ അസഹ്യമായ തലവേദനയൊക്കെ വന്നാൽ ഉടനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയാണ് ഇതിന്റെ ഒരു പ്രതിവിധി. പിന്നീട് ഇത് നമുക്ക് വരാതെ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ആകെ ഒരു രണ്ട് മാർഗ്ഗമുള്ളൂ. ഒന്ന്, പരിസര ശുചീകരണം. നമ്മൾ വീടും പരിസരവും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കുക. അതുപോലെ തന്നെ കൊതുകുകൾ കടിക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക.